ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നനച്ചോളി വ്ളോഗാണ് കേട്ടോ. നനച്ചോളി എന്ന് പറയാൻ പറ്റുമോ, അതൊരു റൂം മേക്ക് ഓവർ എന്ന് പറയണോ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ഞാൻ കുറേ ദിവസമായിട്ട് കുറച്ചെടുത്ത് വെച്ച ക്ലിപ്പുകളെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നോമ്പിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നമ്മളൊരു റൂമിൽ ഒരു വാർഡ്രോബ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പണി ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് മിറർ വർക്കൊക്കെ ഉണ്ട്. അത് പിന്നെ ഒരു ദിവസം ആക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതും കൂടി കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഒരുപാട് ലേറ്റായി പോട്ടോ. കാരണം നോമ്പൊക്കെ തുടങ്ങി ഇപ്പം തന്നെ കുറേ ദിവസമായില്ലേ. എന്നിട്ടാണ് ഞാൻ എൻ്റെ നനച്ചുള്ളിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നത്. അങ്ങനെ അത് ആ വാർഡ്രോബൊക്കെ സെറ്റാക്കി പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഓരോന്ന് മടക്കി വെക്കണ പണിയാണ് കേട്ടോ എനിക്ക്. ഞാനാണെങ്കിൽ നട്ടപ്പാരിക്കൊക്കെ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം രാവിലെയൊക്കെ ഇപ്പം സുഖമില്ലാതെ കിടക്കണ ആ ടൈമിലാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അന്നേരമൊക്കെ ഇപ്പാൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വിസിറ്റേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ പണിയൊന്നും നടക്കില്ല. പിന്നെ രാത്രി എന്തായാലും ഞങ്ങൾ ഉറക്കൊഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ നേരത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ സമയത്താണ് കേട്ടോ ഇതൊക്കെ മടക്കി സെറ്റാക്കണത്. ഞാൻ കുറച്ചെടുത്ത് മടക്കി വെക്കും, പിന്നെ അത് അങ്ങോട്ട് മാറ്റും. എനിക്ക് എവിടെ വെക്കണം എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. കാരണം അത്രക്കും സാധനമുണ്ട്. ഇത് കുറച്ച് വെക്കുമ്പോൾ അവിടെ അങ്ങോട്ട് ഫില്ലാകും. പിന്നെ ബാക്കി എന്ത് ചെയ്യും, അങ്ങനെ കുറേ നേരം അത് ആലോചിച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് താഴത്ത് അങ്ങോട്ട് മടക്കി വെച്ചു. പിന്നെ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് അങ്ങനെ വെക്കാൻ തുടങ്ങി കേട്ടോ. മാക്സിമം എല്ലാ സ്ഥലത്തും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു ദിവസത്തെ അല്ല, ഇത് പിറ്റേന്നുള്ളതാണ് കേട്ടോ. രാത്രി ഞാനെല്ലാം മടക്കി വെച്ച് പിറ്റേന്നിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുത്ത് വെക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസമാണ് ഞാൻ കിച്ചണിൽ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഷെൽഫും പിന്നെ നമ്മുടെ സ്റ്റോർ റൂമിലൊരു നീളത്തിലുള്ള ഒരു തട്ടും കൂടിയും ഇവർ തന്നെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ റൂമിൽ ചെറിയൊരു ഷെൽഫും അങ്ങനെ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഷെൽഫ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഓർഡർ ചെയ്ത കുപ്പികളാണ്. അതൊക്കെ ഞാൻ ഓരോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ കുപ്പി അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പൊടികളൊക്കെ നമുക്ക് ടൈം ഉണ്ടാകുമ്പോൾ ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ചു. പിന്നെ ഈ നടുക്ക് കണ്ടില്ല ഒരു ഗ്രീൻ കളറുള്ള തട്ട്, അതാണ് ഇപ്പോൾ പുതിയതാക്കിയിട്ടൊക്കെ. അപ്പോൾ അത് അങ്ങനെ തട്ട് അടിക്കുന്ന സമയത്ത് എല്ലാം കൂടി ഇങ്ങനെ ഞാൻ ബക്കറ്റിൽ ഒന്നിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോ കുപ്പിക്കൊക്കെ ഇട്ട് അടുക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ ഓരോ പണികളിലാണ്. പിന്നെ സ്റ്റോർ റൂമിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ആരും നോക്കണ്ട കേട്ടോ. കാരണം അത് ഈ പണി നടക്കുന്ന സമയത്ത് എല്ലാം കൂടി എവിടെയൊക്കെ എന്തൊക്കെയുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ നോമ്പിനായിട്ട് പ്രത്യേകിച്ച് അരിപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ കൂടുതലായിട്ട് വാങ്ങിയിട്ടില്ല. കാരണം എല്ലാം ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ റെഡി ആയിട്ട് വേണമൊക്കെ ഒന്ന് കുപ്പിയിലൊക്കെ ആക്കി വെക്കാനെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു. അങ്ങനെ അത് ഓരോന്ന് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതാണ്. പിന്നെ ക്യാമറ ഓണാണെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് സ്കൂട്ടായിട്ടോ. അങ്ങനെ അത് ആ സ്റ്റോർ റൂമും ഏറെക്കുറെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ ഹാളിലുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടോ. കാരണം ഒരു ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ നമ്മളവിടെ പോയിട്ട് എടുത്ത് കൊണ്ടുവരാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് അതും കൂടി നമ്മൾ സ്റ്റോർ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെയാണ് നമ്മുടെ ഈ ജനൽ കേൾക്കുക. അങ്ങനെ പെയിൻ്റ് അടി കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ നമുക്ക് അങ്ങനെ വൃത്തിയാക്കാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പെയിൻറ്റ് ഈ ഗ്ലാസ്സും കൂടെ ആയിട്ട് അത് കുറച്ച് വൃത്തിയാക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വരച്ച് കളഞ്ഞ് തുടച്ചെടുക്കുകയാണ്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ ഈ മുളകായിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. അത് അങ്ങനെ ഓർക്കാതെ എടുത്തതാണെന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല, നമുക്കത് പൊടിക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഉണക്കാൻ വെച്ചതാണ്. പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്ത് ജനലും വാതിലൊക്കെ തുടക്കണത് വെറുതെയാണ് കേട്ടോ. കാരണം പിറ്റേ ദിവസം ഇതേപോലെ ഇങ്ങനെ പൊടിയാവും. പിന്നാലും നമ്മൾ നനച്ചുള്ളിൻ്റെ ഒരു ഭാഗമായിട്ടെല്ലാം ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. എല്ലാ ഭാഗത്തും നമ്മളെ കയ്യെത്തിയിട്ടില്ലെങ്കിൽ അത് തീർന്നില്ല എന്നുള്ളൊരു ടെൻഷനായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാം കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പെയിൻ്റ് അടിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വരച്ച് ചെയ്യാനൊന്നുമില്ല, എന്നാലും ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഹോളിലുള്ള ഒരു ഷോക്കേസാണിത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടില്ല. കാരണം പുറത്ത് ആ ഗ്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ആ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് അടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നെ അതൊന്നും ചെയ്യാനുള്ള നേരം കിട്ടിയില്ല കേട്ടോ. പിന്നെ അതോടുകൂടി നോമ്പിൻ്റെ മുന്നേ ആയിട്ടുള്ള ക്ലീനിങ്ങൊക്കെ ഞാൻ അവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഒന്നിനും നേരം കിട്ടിയിട്ടില്ല. പിന്നെ അതായത് ഒന്നാമത്തെ നോമ്പാണോ രണ്ടാമത്തെ നോമ്പാണോ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നോമ്പ് തുടങ്ങിയിട്ടാണ് ബാക്കിയുള്ള ക്ലീനിങ്ങൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ബെഡ്ഷീറ്റ് ഒന്നും മാറ്റി അലക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അലക്കി വേറെ വിരിച്ചിട്ടുണ്ട്. പിന്നെ അത് ഈ ഗ്യാസിൻ്റെ ഏരിയയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് സോപ്പിട്ടിട്ട്. തിണ്ടും അതേപോലെ അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ചോണന്മാരെ ശല്യമുണ്ട് അവിടെ. എന്തോ പ്രത്യേകിച്ച് മധുരം കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ല ചോണന്മാരുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ അതാ ഫ്രിഡ്ജൊക്കെ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കഴുകിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് അതേപോലെ തന്നെ ആൾക്ക് സാധനങ്ങളൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നോമ്പിനുള്ള ജ്യൂസും ഉണ്ടാക്കുന്നുണ്ട്, നോമ്പ് തുറക്കാനുള്ള. അങ്ങനെ അതെല്ലാം തിരിച്ച് കയറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ നല്ല ഫുഡ് ഐറ്റംസൊക്കെ ഒരുപാട് ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഫ്രിഡ്ജ് ഫുള്ള് ഫില്ലായിട്ടാണുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഷെൽഫ് വൃത്തിയാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോമ്പിന് മുന്നേ ആയിട്ട് കൂടിയില്ല, അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യുന്നുണ്ട്.
ഇതിനകത്തുള്ള പാത്രങ്ങളൊക്കെ ഞാൻ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചപ്പോൾ തന്നെ കുറേ കാലിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഈ മുകളിലത്തെ ഒരു ഷെൽഫ് ഫുള്ള് ഞാൻ പണ്ട് ചെയ്തതിന് ബോട്ടിൽ ആർട്ടുകളാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇനി കളയാമെന്ന് ഞാൻ വിചാരിക്കണത്. കാരണം ഇത് കള്ളിൻ്റെ കുപ്പിയല്ലേ, അപ്പോൾ അതിങ്ങനെ വീട്ടിൽ വെക്കണത് നല്ലതല്ല എന്നൊക്കെ ഇങ്ങനെ പലരും പറയണത് ഞാൻ കേട്ടു. ഇനിയിപ്പോൾ ഇത് നഗരസഭയ്ക്ക് എങ്ങാണ്ട് കൊടുക്കേണ്ടി വരുന്ന തോന്നണേ. എന്തായാലും ഇവിടുന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ കുപ്പിൻ്റെ ഒരു ചെറിയ വീഡിയോയും കൂടി എടുത്ത് വെച്ചിട്ട് വേണം ഇത് ഒഴിവാക്കാനെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ഞാനൊരിക്കൽ ചെയ്തതല്ലേ, അപ്പോൾ കുറേ കഴിയുമ്പോൾ എനിക്കിനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ചെറിയ രീതിക്കുള്ള ഒരുവിധം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ വാർഡ്രോബിൻ്റെ ഉള്ളിലൊക്കെ എല്ലാം മടക്കി ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭാഗത്ത് ഫുള്ള് അനുവിൻ്റെ ഐറ്റംസാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഞങ്ങളുടെ എല്ലായിടത്തും ഉണ്ട്, എൻ്റെതും മക്കളതും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനത്തെ അതൊക്കെ സെറ്റായി. പിന്നെ എന്താ ഷെൽഫും ഒരുവിധമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ആ മുകളിൽ കുപ്പിയൊക്കെ മാറ്റിയിട്ട് അവിടെ ഖുർആനും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതാ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ. മുറ്റൊക്കെ വൃത്തിയാക്കാണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇടാൻ മറക്കരുത്.